Hello guys, welcome back to my YouTube channel. So, ഇതൊരു BTS വീഡിയോ പോലത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. സോ ഇത് നിങ്ങൾ മേ ബി നമ്മുടെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് കാണാൻ പോകുന്നൊരു വീഡിയോ ആയിരിക്കും. നേരത്തെ കണ്ടതുപോലെ നമ്മുടെ 7 month സെറമണിയുടെ ഒരു BTS വീഡിയോ, അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും എല്ലാം കൂടെ ഓവറോൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഉള്ളൊരു വീഡിയോ ആയിരിക്കും ഈ കാണാൻ പോകുന്നത്. അപ്പം ഇന്ന് ഞാൻ അതിൻ്റെ ഒരു പർച്ചേസിന് വേണ്ടിയിട്ട് പോവുകയാണ്. നിങ്ങൾ കണ്ടപോലെ സാരി പുതിയ സാരിയൊന്നും അല്ലായിരുന്നു. നമുക്ക് അരിച്ചേട്ടൻ കല്യാണത്തിന് തന്ന മന്ത്രകൂടി തന്നെയാണ് ഞാൻ ആ ഫംഗ്ഷനും ഉടുത്തത്. അപ്പം ഇവിടുത്തെ ചടങ്ങനുസരിച്ച് അത് തന്നെയാണ് ഉടുത്തുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ യൂസ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇനി പ്രത്യേക ഒരു സാരി ഒന്നും മേടിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നില്ല. ഇനി നമ്മൾ ഇന്ന് പോകുന്നത് ഓർണമെൻറ്റ്സ് ഒന്ന് നോക്കണം. എൻ്റെ കയ്യിലുണ്ട് ഓൾറെഡി. അപ്പോൾ അമ്മേരെ അവിടെ പോയിട്ട് അവിടുത്തെ ഉള്ളത് നോക്കണം, വേറൊരു ഷോപ്പിലത് നോക്കണം. പിന്നെ എനിക്ക് കുറച്ച് അത്യാവശ്യം നല്ലൊരു ചപ്പലും മേടിക്കണം. കാരണം എനിക്ക് ഓൾറെഡി ഉള്ളത് ഫ്ലാറ്റ്സാണ്, ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ഭയങ്കര ഹീൽസാണ്. അപ്പോൾ എനിക്ക് അത്രയും നേരം ഹീൽസ് ഒന്നും ഇട്ടുകൊണ്ട് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിൽക്കാൻ പറ്റില്ല. സോ അതിന് വേണ്ടിയിട്ട് എനിക്ക് ചെരുപ്പും മേടിക്കണം. അപ്പോൾ നമ്മുടെ ഇവിടെ പഞ്ചമിയുണ്ട്, പഞ്ചമിയുടെ എൻഗേജ്മെൻ്റ് ആയതുകൊണ്ട് അപ്പോൾ അവൾക്കും കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവളും ഉണ്ട്. സോ ഫസ്റ്റ് നമ്മൾ അമ്മയുടെ പാർലറിലോട്ടാണ് പോകുന്നത്. അതിനു മുന്നേ ഈ വളകാപ്പിൻ്റെ അല്ലെങ്കിൽ ഈ 7 month സെറമണിയുടെ ഫസ്റ്റ് ഒരു ചടങ്ങെന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ നിന്ന് അമ്മൂമ്മ വന്നിട്ട് ഇവിടുത്തെ അച്ഛമ്മയ്ക്ക് ലൈക്ക് ഇതിൻ്റെ സമയവും അങ്ങനെയൊക്കെ എന്തൊക്കെയൊരു ഒരു സംഭവം ഈ ജോൽസിനെ പോയി കണ്ടു നോക്കിയിട്ട് കൊടുക്കുന്ന ഒരു സംഭവമായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ക്ലിപ്പിംഗ് ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കാം. എന്നിട്ട് നമ്മൾ സ്ട്രെയിറ്റ് അമ്മയുടെ പാർലറിലോട്ടാണ് പോകുന്നത്. ഗൈസ്, അമ്മയുടെ പാർലറിലെത്തി. കണ്ടോ എൻ്റെ തല, എൻ്റെ മുഖം. പാർലറിലിപ്പോൾ ഞാനാണ് ഫ്രണ്ട്. ഓ ഗൈസ്, എൻഗേജ്മെൻറ്റ് സാരി ഇതാണ് നമ്മുടെ സാരി. കല്യാണത്തിൻ്റെ ഒന്ന് കൊടുത്തതാണ്, ഇന്നാണ് കാണുന്നത്. അമ്മ എൻ്റെ കയ്യിൽ ഓൾറെഡി എൻ്റെ കമ്മൽ. ഇത് ഞാൻ കല്യാണത്തിനും ഒന്ന് കാത്തുവിൻ്റെ എൻഗേജ്മെൻറ്റ് ഇട്ടതാണ്. ഇത് ഞാൻ കാത്തുവിൻ്റെ കല്യാണത്തിന് ഇട്ടത്. ഇത് എൻ്റെ കല്യാണത്തിന് ഇട്ടു. ഏതിതാ മാട്ടിയ ഗൈസ്. ജ്വല്ലറി സ്പോൺസർഡ് ബൈ എടി ഓ ഭയങ്കര ബഹളമുള്ള മാട്ടി വേണ്ട, ബഹളമില്ല. ഒരു 2 എടുത്ത് വെക്കാം, ഒരു ബഹളമുള്ളതും ഒരു ബഹളം ഇല്ലാത്തതും. ഇതാണ് നമ്മുടെ ഒഡിയാണം, അരപ്പട്ട. ഇതിന് വേണ്ട, എൻഗേജ്മെന്റ് വേണ്ട. നമ്മൾ അമേലിയിലെത്തി. ഇവിടെ 1 വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഞാൻ എടുക്കാൻ ഉദ്ദേശിച്ച മാലയുടെ ഇത് കാണിച്ചു കൊടുത്തു. പഞ്ചമി എത്തി. അപ്പോൾ പഞ്ചമി അവളുടേത് നോക്കുവാണ്. ഇപ്പോൾ വന്ന സാധനം എനിക്ക് കിട്ടി. ഞാൻ ആക്ച്വലി ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് വന്നത്. പഞ്ചമിയുടെ കളറ് ഒരു വല്ലാത്തൊരു ഗ്രീനാണ്. അത് ഞാൻ തന്നെ എടുത്ത് കൊടുത്തോണ്ട് എൻ്റെ ഐഡിയ ആയി പോയതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ ഷോള് വെച്ച് നോക്ക്, ആ ഷോളും ബ്ലൗസും ഇടും. അമ്മ ബ്ലൗസ് ഇട്ടോടമ്മ. ഇതിലും ചെറുതും തോന്നും ജീവിതത്തിൽ.
ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ അന്ന് ഓർണമെൻറ്റ്സ് ഒക്കെ എടുത്തു. ഇത് വേറൊരു ദിവസമാണ് കേട്ടോ. ഇത് ജസ്റ്റ് നമ്മുടെ ഫംഗ്ഷൻ ഇനി ഒരു 2 ഡേയ്സും കൂടെ ഉള്ളൂ കൗണ്ട് ചെയ്യുമ്പോഴത്തേക്കും. അപ്പം ഇന്ന് നമ്മൾ നെയിൽ ആർട്ടും മെഹന്തിയും ഒക്കെ ചെയ്യാൻ പോവുകയാണ്. അപ്പം ജിജി ചേച്ചിയാണ് ചെയ്തു തരുന്നത്. ഹെന്ന ഹ്യൂസ് ആൻഡ് നെയിൽ ഗ്ലാം ബൈ ജിജി എന്നാണ് ചേച്ചിയുടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ പേര്. അപ്പം ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അപ്പം ഞങ്ങളിതാ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ ഏകദേശമൊക്കെ ആകുമ്പോഴത്തേക്കും കാണിക്കാം. പിന്നെ നമ്മൾ പറയും ഒരാളുടെ നെയിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്തെങ്കിലും അസുഖം ഫസ്റ്റ് ഇത് വരുന്നത് അവിടെയാണ്. നോക്കുമ്പോൾ ഫുൾ അസുഖം. അല്ല, അങ്ങനെ പ്രത്യക്ഷത്തിലൊന്നും കാണുന്നില്ല. കാര്യം വൈറ്റമിൻ അതിന്റെ അല്ല, ഇപ്പം പിന്നെ വൈറ്റമിനും ഇതെല്ലാം എടുക്കുന്നുണ്ട്. ഇതിന് മുന്നേ എനിക്ക് വരുമായിരുന്നു ചെറിയ വൈറ്റ് ഡോട്ട്സ് പോലെ. പക്ഷെ എനിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. എനിക്ക് വല്ലപ്പോഴും വൈറ്റ് ഡോട്ട് വരാറുള്ളൂ. വൈറ്റ് ഡോട്ട് വരണേ. ഓക്കെ, അപ്പം നമ്മളിതാ നെയിൽസൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, നമ്മൾ സ്റ്റോണൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കും സ്റ്റോൺ വെച്ച് നെയിൽ ചെയ്യണമെന്ന്. അപ്പോൾ ഇപ്പോഴാണ് അതിനുള്ളൊരു ചാൻസ് കിട്ടിയത്. ആ സ്റ്റോണൊക്കെ വെച്ച് നമ്മൾ ആ നെയിലൊക്കെ സെറ്റാക്കി. ആക്ച്വലി ഒരു ഫുൾ ടൈം എൻ്റർടൈനറിനെയാണ് കേട്ടോ. മൈക്ക് തരാം. ഫുൾ ടൈം എൻ്റർടൈനറിനെയാണ് നമുക്ക് കിട്ടിയത്. സമയം പോയത് അറിഞ്ഞില്ല. പറ, എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ കൂടെ വർക്ക് ചെയ്തത്? നല്ല രസമുണ്ടായിരുന്നു. എൻ്റെ പ്രൊഫൈൽ എന്താ വിചാരിച്ചൊന്ന് ഞാനൊരു ജാടൊക്കെ ടെൻഷനിലായിട്ടാണ് വന്നത്. പാവാണ്. എന്നെ നല്ലപോലെ ട്രീറ്റ് ചെയ്തു. ഞാൻ മധുരക്കിഴങ്ങൊക്കെ, ഞാനല്ല അമ്മ മധുരക്കിഴങ്ങൊക്കെ കൊടുത്തു. ലൈം ജ്യൂസ് അളിയനാണ് കലക്കി കൊടുത്തത്. എല്ലാവരും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നെയിൽ ചെയ്തത്. ലൈക്ക് ഞാൻ വിചാരിച്ചതുപോലെ സിമ്പിൾ, പക്ഷെ നമുക്കൊരു ഫംഗ്ഷന് ആപ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്തു. ആക്ച്വലി സമയം പോയത് അറിഞ്ഞില്ല, കാരണം അത്ര ചില്ലായിട്ടുള്ള ഒരാളായിരുന്നു കേട്ടോ. സമയം ഇങ്ങനെ സംസാരിച്ച് നമ്മൾ വേറെ എന്തൊക്കെയോ പറഞ്ഞ് എവിടെയൊക്കെയോ പോയിട്ട് തിരിച്ചെത്തി. ഞാനും ആദ്യമായിട്ടാണ് വീട്ടിൽ പോയിട്ട് മെഹന്തി ചെയ്യാറുണ്ട്, നെയിൽ ചെയ്യുന്ന ആദ്യമായിട്ടാണ്. അപ്പം എനിക്ക് അതിൻ്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാര്യം നമ്മൾ പാർലറിൽ ഇരുന്ന് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തോട്ടുള്ള കംഫർട്ട് ഉണ്ടല്ലോ, ടേബിളും കാര്യങ്ങളൊക്കെ. പക്ഷെ കുഴപ്പമില്ല, എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് അത് ഫിനിഷ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത മെഹന്തി ഇടാനാണ് പോകുന്നത്. മെഹന്തി ആക്ച്വലി ഓർഗാനിക് കോണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം നല്ല സ്റ്റെയിൻ വരും. ഞാനിപ്പോൾ ഇത് ഇന്നലെ നൈറ്റ് ചുമ്മാ ജസ്റ്റ് ഇട്ട് നോക്കിയത് എൻ്റെ കയ്യിൽ സ്റ്റെയിൻ്റെ ഒരു ഇത് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും നല്ല സ്റ്റെയിൻ ഉണ്ട്. ഒരു 24 hours ഒക്കെ ആകുമ്പോൾ ഇതിന് നല്ല സ്റ്റെയിൻ വരും. ഇത് ബ്രൈഡ്സിനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് നല്ല സ്റ്റെയിൻ ആവാൻ വേണ്ടിയിട്ട് പ്രത്യേകം ചെയ്യുന്ന കോണാണ്. ആക്ച്വലി ഞാൻ എൻ്റെ വെഡ്ഡിങ്ങിനെ കാട്ടി ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ ഇന്ന് മെഹന്തി ഇടാൻ. കാരണം വളകപ്പിന് മെഹന്തി ഇടാൻ നമുക്ക് എന്തോ വേറൊരു ഫീലല്ലേ. മറ്റേ വെഡ്ഡിങ് ആകുമ്പോൾ ഒക്കെ നമ്മൾ കല്യാണം കഴിഞ്ഞ് പോകുന്ന ഇത്, മറ്റൊരാൾ പുതിയതായിട്ട് വരുമ്പോൾ ഉള്ളൊരു വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമല്ലേ. അപ്പം നമ്മൾ ഓൾറെഡി ഒരു വലിയ ഡിസൈനൊന്നുമല്ല, ഒരു ചെറിയ ഡിസൈൻ നമ്മൾ ഓൾറെഡി നോക്കി വെച്ചിട്ടുണ്ട്. അതെ, ഇതിട്ടുകൊണ്ടിരുന്നപ്പോൾ 2-3 ചവിട്ട് കിട്ടി കേട്ടോ. അപ്പം നമ്മൾ അടുത്ത ഇനി മെഹന്തി ഇടാനായിട്ടാണ് പോകുന്നത്. മെഹന്തി ഇട്ടിട്ട് കാണിക്കാമല്ലേ? ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി മെഹന്തി ഇട്ടു. ഉണ്ടാവും മെഹന്തി നമ്മൾ ചെറിയൊരു രീതിയിൽ മെഹന്തി പ്ലാൻ ചെയ്തോളൂ, ഒരുപാട് വേണ്ടെന്ന് ആയിരുന്നു. അപ്പം അകത്തൊരു താമരയൊക്കെ കൊടുത്തിട്ട് പുറത്ത് 2 കുഞ്ഞു കാലും ബോയോ ഗേൾ, അപ്പം ഇത്രയും മതിയെന്ന് പറഞ്ഞു. കാരണം എല്ലാം കൂടെ ചെയ്താൽ നമ്മൾ ഇത് ചെയ്തതിൻ്റെ ഭംഗി എല്ലാം കൂടെ ഭംഗി എല്ലാം പോവും. അങ്ങനെ പിന്നെ കുറേ നേരം ഇരുന്ന് ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലും അല്ല. പക്ഷെ ഇങ്ങനെ ചെയ്യുന്നതാണ് എനിക്കും കുറച്ചിഷ്ടം. അതാകുമ്പോൾ നമ്മൾ വിചാരിച്ച കാര്യം ഒന്ന് ഹൈലൈറ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യുമല്ലോ. അപ്പം ഈ ഹൈലൈറ്റ് ആയിട്ട് കിട്ടണം എന്ന് വിചാരിച്ചത് ഈ 2 കാര്യങ്ങളാണ്, അത് കിട്ടി. അപ്പോൾ താങ്ക് യു സോ മച്ച് എനിക്ക് ഇട്ട് തന്നതിന്, ഇത്രയും നേരം എൻ്റെ കൂടെ സഹകരിച്ചതിന് താങ്ക് യു. അപ്പം നിങ്ങളും എന്തെങ്കിലുമൊക്കെ വർക്ക്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചേച്ചിയെ കോൺടാക്ട് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ എല്ലാം താഴെ കൊടുത്തിരിക്കാം. അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റഗ്രാം ലിങ്കും നമ്പറും കൊടുത്തേക്കാം. സോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാമല്ലോ. അപ്പം ഇന്നത്തെ മെഹന്തി ഇടൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഈവനിങ് കുറച്ച് പരിപാടിയുണ്ട്. ലൈക്ക് വളതപ്പിനുള്ള വളയൊക്കെ മേടിക്കാൻ പോകണം. അപ്പോൾ അതൊക്കെ പോകുമ്പോൾ ബാക്കി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇപ്പം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഓക്കെ. അന്ന് ആ ഡേ ഈവനിങ് ഒന്നും നടന്നില്ല കേട്ടോ.
കാരണം ഭയങ്കര ടയേർഡായിപ്പോയി. ഞാൻ കുറച്ച് നേരം അധികം നേരം നമ്മൾ ഇരിക്കുകയൊക്കെ ചെയ്തപ്പം എന്തോ മൊത്തത്തിലൊരു ക്ഷീണം ഒക്കെ ആയിപ്പോയി. അപ്പോൾ നെക്സ്റ്റ് ഡേ പിന്നെ പോയി അയൽജനും കാത്തുവും പോയിട്ട് വളയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശ്രീലക്ഷ്മിയും ശ്രീജിത്തേനും പി കെ എല്ലാവരും കൂടെ വന്ന് ശ്രീലക്ഷ്മി ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ വന്നതാണ്, പക്ഷേ അവൾക്ക് അവസാനം അവിടെ പണിയെടുക്കേണ്ട അവസ്ഥ വന്നു. അങ്ങനെ അവരെല്ലാവരും കൂടെയാണ് നമ്മുടെ ഈ ഒരു സ്പേസ് ഫുള്ള് ക്ലീൻ ചെയ്തത്. കാരണം നമുക്ക് ഇവൻ്റുകാർ ബാക്കി ഡെക്കറൊക്കെ സെറ്റ് ചെയ്യാൻ വരുന്നതുകൊണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് അവിടെ ഒന്ന് ക്ലീൻ ചെയ്യണമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് കാത്തുൻ്റെ കല്യാണത്തിൻ്റെ ആ ഒരു സമയമാണ് നമ്മളവിടെ നന്നായിട്ട് ക്ലീനൊക്കെ ചെയ്തിട്ടത്. പിന്നെ ഇപ്പോഴാണ് ആ ഒരു സ്പേസ് നമുക്ക് യൂസ് വന്നത്. അങ്ങനെ എല്ലാം അവിടെ അറേഞ്ച് ചെയ്തൊക്കെ വെക്കുമായിരുന്നു. ആക്ച്വലി പാവം ശ്രീലക്ഷ്മി കുറേ ഹെൽപ്പ് ചെയ്തു കേട്ടോ അന്ന്. ശ്രീലക്ഷ്മിയും പി കെയും ശ്രീധരനും കൂടെ ലൈക്ക് സ്റ്റേജിൽ നിന്ന് അടിപൊളിയായിട്ട് പാടുന്ന ശ്രീലക്ഷ്മി അവസാനം അവിടെ ഇരിക്കിലൊക്കെ എടുത്ത് വെച്ച് തൂക്കേണ്ട ഒരവസ്ഥ വരെ വന്നു. പക്ഷേ ലൈക്ക് അവൾ ലൈക്ക് നമ്മുടെ ഫ്രണ്ട് ഫാമിലി അങ്ങനത്തെ ഒരു ഇതായതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. അങ്ങനെ അവർ ക്ലീനൊക്കെ ചെയ്ത് കഴുകിയൊക്കെ ഇട്ടു. അപ്പോൾ അതിനുശേഷം ഡ്രീംസ് എന്ന് പറഞ്ഞ ഒരു ഇവൻറ്റിനാണ് നമ്മൾ ഇതൊക്കെ ഏൽപ്പിച്ചത്. ശ്രീജിത്ത് എന്നാണ് ചേട്ടൻ്റെ പേര്. ഡ്രീംസ് ഇവൻ്റാണ്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഡെക്കറൊക്കെ ചെയ്യുന്ന ഒരു ടീമാണ്. അപ്പോൾ അവരെയാണ് ഞാനിത് ഏൽപ്പിച്ചത്. അപ്പോൾ അവർ വന്ന് വാഴയിലേക്ക് വെച്ചിട്ട് നമുക്ക് വളകാപ്പിനുള്ളത് ബാക്കി ഡെക്കറും എല്ലാം സെറ്റ് ചെയ്യുവാണ്. നൈറ്റാണ് കേട്ടോ ഇതെല്ലാം ചെയ്തത്. എപ്പോഴാണ് ചെയ്ത് തീർന്നതൊന്നും ഞാൻ കണ്ടില്ല. ഓൾമോസ്റ്റ് കുറച്ചൊക്കെ ഞാനുണ്ടായിരുന്നു. കാരണം നെക്സ്റ്റ് ഡേ ആണ് നമ്മുടെ ഫംഗ്ഷൻ നടക്കുന്നത്. അപ്പോൾ എനിക്ക് രാവിലെ എണീക്കണം. അതൊക്കെ കൊണ്ട് ഞാൻ ഒരുപാട് ലേറ്റ് നൈറ്റൊന്നും നിന്നില്ല. അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ സെറ്റാവുന്നത് വരെയൊക്കെ ഞാൻ നിന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് താഴെ പോവുമായിരുന്നു. ഫുൾ നിൽക്കാൻ അങ്ങനെ അവിടെ സ്പേസ് ഇല്ലല്ലോ ഇരിക്കാനൊന്നും. അതുകൊണ്ട് പിന്നെ ഞാനും എൽജനും കാത്തുമൊക്കെ വന്നിട്ട് ഇതൊക്കെ നോക്കി നാളത്തെ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഒന്ന് പ്ലാനൊക്കെ ചെയ്ത് എന്നിട്ട് ഞാൻ പോയി കിടന്നു. സോ ഇത്രയായിരുന്നു നമ്മുടെ ഒരു BTS. സോ ഗൈസ്, നിങ്ങൾ മുകളിൽ ഇതൊക്കെ സെറ്റ് ചെയ്യുന്നത് കണ്ടല്ലോ. അപ്പോൾ നാളെയാണ് നമ്മുടെ ഫംഗ്ഷൻ. ആക്ച്വലി ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത്. അപ്പം ഇതൊക്കെ ആയിരുന്നു നമ്മൾ ചെയ്ത ചെറിയ ചെറിയ പ്രിപ്പറേഷൻസ്. എല്ലാം ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. വളരെ എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങളിലുള്ള ചില കാര്യങ്ങൾ എന്താ പറയുക, ഒരു BTS പോലെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കാൻ ഇങ്ങനെയൊക്കെയാണ് ചെയ്തതെന്ന് എപ്പോഴെങ്കിലൊക്കെ ഓർക്കാൻ വേണ്ടിയിട്ട്. അപ്പം നാളെയാണ് ഫംഗ്ഷൻ. അവിടെ ഇപ്പോഴും ബാക്കി കുറച്ചധികം കാര്യങ്ങൾ നടക്കുന്നേ ഉള്ളൂ. മുകളിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പോർഷൻ മാത്രം ഞാൻ കണ്ടുള്ളൂ. ബാക്കിയൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. കാരണം എനിക്ക് നാളെ രാവിലെ നമുക്ക് 2 ഫംഗ്ഷനും കൂടെ ഒരുമിച്ചാണ്. വൈറ്റ് പൊങ്കാലയും വളകാപ്പും പിന്നെ എന്നെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുന്ന. അപ്പോൾ എല്ലാ കാര്യങ്ങളും നാളെ ഒരൊറ്റ ദിവസം കൊണ്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ച് നേരത്തെ കിടന്ന് ഉറങ്ങണം. എനിക്ക് രാവിലെ ഒരു 4 o'clock ഒക്കെ ആകുമ്പോൾ എണീക്കണം. അപ്പോൾ ഓൾറെഡി നിങ്ങൾ വൈറ്റ് പൊങ്കാലയുടെയും വളകാപ്പിൻ്റെയൊക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിങ്ങനെ പ്രിപ്പയർ ചെയ്തത്. പിന്നെ ഓൾറെഡി വളയൊക്കെ മേടിച്ചു. വള അന്ന് പോയി മേടിക്കാൻ പറ്റിയില്ല. കാരണം അന്ന് ഞാൻ ഭയങ്കര ടയേർഡായിപ്പോയി. കുറേ നേരം ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും കുറച്ചധികം ടയേർഡായിപ്പോയി. പിന്നെ ഇന്ന് പോയി കാത്തു എൽജനും കൂടെ വളയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. വൈറ്റ് പൊങ്കാലയ്ക്ക് പൊങ്കാല ഇടാനുള്ള സാധനങ്ങളൊക്കെ ഓൾറെഡി മേടിച്ചു. അപ്പം അതൊക്കെ നേരത്തെ ചെയ്തു വെച്ചു. സോ ഇതായിരുന്നു കേട്ടോ നമ്മുടെ ആ ഒരു ഡേക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ ഒരു 2-3 ദിവസത്തെ പ്രിപ്പറേഷൻ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. സോ ഈ വീഡിയോയിൽ എങ്ങനെ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുമെന്ന് എനിക്കറിയില്ല. കാരണം അതിനി നടക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ഷെയർ ചെയ്യാം. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ, ബൈ.